ശ്രീ ഗോപാലകൃഷ്ണൻ, ആദരണീയനായ ആലപ്പുഴ ജില്ലാ വിജിലൻസ് ഡിവൈഎസ്പി ശ്രീ അരവിന്ദൻ, ക്ഷേത്രത്തിന്റെ തന്ത്രിയുടെ നേതൃത്വത്തിൽ മഹാശനീശ്വരീക ഭക്തജനങ്ങൾക്ക് ശനീശ്വരന്റെ ദേവീ ദേവന്മാരുടെ ബഹുവർണ്ണ ചിത്രങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദേവസ്വത്തിന്റെ ഒരു ദേവതയുടെ പ്രകാശനവും നമ്മുടെ ബഹുമാനിയായ ആദരണീയനായ പോവുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ഗോപാലകൃഷ്ണന് സ്വാഗതം പറയുക. ഞങ്ങളുടെ പണിയാലമത്താനം ദേവസ്വം കമ്മിറ്റിയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താലൂക്ക് NSS യൂണിയന്റെ പ്രസിഡന്റ്, NSS ഡയറക്ടറുമായ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പരിപാടിയും നമ്മളോട് സജീവ പങ്കാളിത്ത ദേവസ്വത്തിന്റെ പേരിലും നിങ്ങൾ എല്ലാവരുടെ പേരിലും പരിപാടികൾക്കും എത്തണം എന്ന് കൺവീനർ ഈ ക്ഷേത്ര നേതൃത്വം കൊടുത്ത അതുപോലെ പബ്ലിസിറ്റി കൺവീനർ എല്ലാവരെയും പ്രത്യേക എല്ലാ വിശിഷ്ട വ്യക്തികളെയും പണിയാളപ്പെട്ട നന്ദി. അടുത്തതായി ആദരപൂർവ്വം ഉപക്രമത്തിനായി ക്ഷണിച്ചു കൊടുക്കുന്നു. ആലപ്പുഴ ജില്ലാ കളക്ടർ പ്രകാശനം ചെയ്യും. നായർ സർവീസ് സൊസൈറ്റിയുടെ താലൂക്ക് NSS യൂണിയൻ ചേർത്തല താലൂക്ക് വി ഗോപാലകൃഷ്ണൻ നടക്കുന്ന കൈമൾ സർവറുകൾ നിർമ്മാണ പ്രവർത്തനത്തിൽ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ശ്രീമാർ, ശ്രീ ബാബു നന്ദനം, ശ്രീ പി മുഖ്യ അതിഥികൾ ഏറ്റവും തിരുത്താൻ ഒറ്റ വാക്കിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു വർഷം കഴിഞ്ഞ തിരുവുത്സവത്തിന് പൊളിച്ചിട്ടിരുന്ന ഈ ക്ഷേത്രം ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് ഏതാണ്ട് 1 കോടി രൂപ ഓണം മുതൽ മുടക്കി ഈ ക്ഷേത്ര ചുറ്റമ്പല നിർമ്മാണം നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതിന് നമ്മുടെ ദേവൻ നമ്മളെ അനുഗ്രഹിച്ചു. അതിന് ഈ നാട്ടിലെ നല്ലവരായ നിങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിച്ചു. എന്നും ഈ ക്ഷേത്ര ദേവസ്വം നിങ്ങളോട് ഈ കാര്യത്തിൽ ഉള്ള നന്ദി സ്മരിക്കപ്പെടും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരം. ശ്രീ അരവിന്ദൻ, ശ്രീ കരുണാകരൻ, ശ്രീ കാർത്തികേ ബഹുമാനെ മഹാശനീശ്വരനെന്ന് ചിന്തിച്ചിട്ടുണ്ട്. 7 പേരുകളും ചേർന്ന് നവഗ്രഹം തനിക്ക് ജനിക്കാൻ പോകുന്ന മകന് മൃത്യു ഉണ്ടാവരുത്. ഒരു പ്രകൃതി നിയമം എന്താണെന്ന് വെച്ചാൽ ജനിച്ചതെന്തും മൃത്യുവിന് അന്നമാണ്. എന്തായാലും മൃത്യുവിനാണ് ഞാൻ മൃത്യു വശകനാകാൻ പാടില്ലാത്ത പൊസിഷനിൽ പിടിച്ചു കെട്ടി നിർത്തി. എന്നിട്ട് പറഞ്ഞു ഇവിടുന്ന് അനങ്ങിപ്പോരുത്, എൻ്റെ ഉണ്ണി ഉണ്ടായി വീഴുന്നിടം വരെ. അപ്പം അങ്ങനെ ഒരു ഗ്രഹനിലയിൽ ഒരു ജനനമുണ്ടായാൽ അത് അവധ്യനാണ്, അതിനെ കൊല്ലാൻ കഴിയില്ല. എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ഈ ഉണ്ണി ജനിക്കുന്ന സമയമായപ്പോഴേ ശനി ഒന്ന് ചതിച്ചു. ശനിക്കിട്ടൊരു വെട്ടു കൊടുത്തു. അങ്ങനെയാണ് ഈ ഇന്ദ്രജിത്തിൻ്റെ ജനനമെന്ന് പറയുന്നത്. അപ്പം ശനി മോശക്കാരനല്ല എന്നാണ് ഞാൻ പറഞ്ഞത്.
ശരിക്കും പ്രകൃതി നിയമങ്ങൾ അതിൻ്റെ അലംഘനീയത അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് ശഠിക്കുന്ന ദേവാംശമാണ്. ഈ ശനി മനുഷ്യ ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ജ്യോതിഷത്തിൽ 12 കള്ളിയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ 12 മാസമല്ലേ നമ്മൾ കള്ളികളിൽ ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിൻ്റെയും ശുഭാശുഭങ്ങളും വിധിയും എന്തെന്ന് ഗണിക്കത്തക്ക രീതിയിൽ ആണ് ജ്യോതിഷം ചിട്ടപ്പെടുത്തിയത്. ജ്യോതിഷത്തിന് പറയുന്നത് വേദ ചക്ഷുസ് എന്നാണ്, വേദത്തിൻ്റെ കണ്ണാണ്. ഈ 12 കള്ളിയിൽ ശനി ഒരു വർഷം ഒരു കള്ളിയിൽ, ഇപ്പം മേടം രാശി 12 രാശിയിൽ ഒരു രാശിയിൽ 2.5 കൊല്ലം യാത്ര ചെയ്യും. ഈ 12 രാശിയിലും ചുറ്റി വരുമ്പോൾ 30 കൊല്ലം. ഈ 30 കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ജനിക്കുമ്പോൾ ശനിക്ക് നിൽക്കാൻ പറ്റുന്ന 3 സ്ഥലങ്ങൾ ലഗ്നത്തിൻ്റെ 3-ാം ഇടത്തും 6-ാം ഇടത്തും 11-ാം ഇടത്തും. ഈ 3 സ്ഥലങ്ങളിൽ ശനി നിന്നാൽ ദൂഷ്യമൊന്നും ചെയ്യത്തില്ല, ഗുണമുണ്ടാകുകയും ചെയ്യും. ബാക്കി എവിടെ നിന്നാലും ഇയാൾ കുഴപ്പമുണ്ടാകും. ഇത് മാത്രമല്ല, ഈ ലഗ്നത്തിലും 2-ലും അതുപോലെ തന്നെ 12-ലും ശനി സഞ്ചരിക്കുന്ന കാലത്തിനാണ് 7.5 ശനി കാലം എന്ന് പറയുന്നത്. 3 രാശി, 3 രാശിയിൽ 3, 2, 6, 3, 1, 7.5 കൊല്ലം. ഈ 7.5 കൊല്ലം ഏത് ജീവന്റെ ആയാലും ഇത് സഞ്ചരിച്ചാൽ 7.5 ശനി കാലം. 10-ല് സഞ്ചരിക്കുന്ന കാലമാണെങ്കിൽ 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മസ്ഥാനമാണ്, കണ്ടകശനി എന്ന് പറയും. ഏറ്റവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും എത്ര ദശാകാലം പോലും നന്നായാൽ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാലമാണ് ഈ 7-2 10 കൊല്ലം. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ 3-ലും 6-ലും 11-ലും അല്ലാതെ എവിടെ ചാരവശ വന്നാലും അതിൻ്റെതായ കുഴപ്പമുണ്ട്. ഏതായാലും ഒരു 60 വയസ്സെങ്കിലും ചുരുങ്ങിയതൊരു അർദ്ധായുസം നമുക്ക് പറയാം. 2 പ്രാവശ്യം ഇയാളിങ്ങനെ കറങ്ങണമല്ലോ, നല്ല 60 കൊല്ലാവും. ഒരു മനുഷ്യ ജീവിതത്തിൽ നല്ലൊരു ശതമാനം നമ്മുടെ കർമ്മങ്ങൾ, അല്ലെ നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ ശനിയുടെ ഇൻഫ്ലുവൻസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശനിയെ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാലവും ഇയാൾക്ക് മുടന്തനായത് കാരണം, വെട്ടുകിട്ടി മുടന്തനായതുകൊണ്ട് അങ്ങനെയാണ് ഗുളികനുണ്ടാവുന്നത്. ശനിയുടെ മകനായിട്ട് ശനിയുടെ ഒരംശം ഛേദിച്ചു പോയി, അത് ഛേദിച്ചു പോയതാണ് ഗുളികൻ, ശനി സുഖം എന്നാണ് അതിന് പറയുന്നത്. ഇതൊക്കെ ജ്യോതിഷക്കാർ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്ര ശക്തരാണെങ്കിലും മനസ്സിന് ഒരു ഇളക്കമുണ്ടാകും. ആ ഇളകുന്ന മനസ്സ് ഇതിൻ്റെ കാരണം തേടിപ്പോകും. സാധാരണഗതിയിൽ നമ്മുടെ ഭാരതത്തിൽ ജനിച്ച നമ്മൾ നല്ലൊരു ശതമാനം ആളുകൾ ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളെക്കുറിച്ച് പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ജ്യോത്സ്യനെ തേടി ഇതിൻ്റെ ഉറവിടം തേടി അങ്ങ് പോകും. ജ്യോത്സ്യൻ എന്ത് ചെയ്യും? ദി നോൺ ഈസ് എ ഡ്രോപ്പ് ബട്ട് അൺനോൺ ഈസ് എൻ ഓഷ്യൻ എന്നാണ് പറയുന്നത്. ഈ നമുക്ക് അറിഞ്ഞതൊരു തുള്ളിയേ ഉള്ളൂ, അറിയാത്തതൊരു കടലാണ്. ഈ ജ്യോതിഷം എന്ന് പറയുന്ന പാരാവാരത്തിൽ നിന്ന് അല്പം എന്തെങ്കിലും അറിഞ്ഞ ഈ വിദ്വാൻ ധനസമ്പാദനം ലാക്കാക്കി തൻ്റെ അല്പജ്ഞാനം വിളമ്പി ചില പ്രഡിക്ഷൻസ് നടത്തും. ആ പ്രഡിക്ഷൻസിൻ്റെ ഫലമായിട്ട് സ്വതവേ ശനിദോഷമുള്ള ഈ ജീവൻ ഇരട്ടി ഗ്രഹപ്പടിയിലേക്ക് നമ്മുടെ ചുറ്റുപാടും ഈ സമൂഹത്തിൽ മുഴുവൻ വന്നിരിക്കുന്ന നല്ലൊരു ശതമാനം ഈ ജ്യോത്സ്യന്മാരുടെ തട്ടിപ്പാണ്. മിക്കവാറും ഗൃഹങ്ങളിൽ അശാന്തി ഉണ്ടാക്കുന്നത്, ആളുകൾ തമ്മിൽ അകലുന്നതിന് വഴിവെക്കുന്നതൊക്കെ ഈ തട്ടിപ്പുകാരുടെ വാക്ക് കേട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ പ്രത്യേക ഒരു റെലവൻസ് കൂടിയുണ്ട് ധർമ്മശാസ്താവുമായിട്ട് ബന്ധപ്പെട്ട്. ധർമ്മശാസ്താവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭദ്രകാളിക്കൊക്കെ തുല്യമായിട്ടുള്ള ഒരു ഉഗ്രമൂർത്തിയാണ്.
ഇത് ഈ കണ്ടാൽ വളരെ മോഹനമായ വിഗ്രഹം എന്ന് നമ്മൾ വിചാരിച്ചിട്ടത് അതിൻ്റെ അഭാവത്തിലാണല്ല, ഉഗ്രമൂർത്തിയായിട്ടുള്ള ഒന്നാണ് ധർമ്മശാസ്ത്രം. വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് ചിട്ട തെറ്റാതെ ഭജിക്കേണ്ട ഒന്നാണ്. അവിടെ പോയി വളരെ സുന്ദരമായിട്ട് നുണ പറഞ്ഞ ഒരാളുടെ കാര്യം നമുക്കൊക്കെ അറിയാം. ഇന്ന് അതിന് പ്രത്യേക ഒരു പ്രാധാന്യം കൂടെ ഉണ്ട്. ഇതിൽ ഇന്നും മറ്റു ടി വിയിൽ എന്താണെന്ന് കാണുകയും അതാ ഈശ്വരൻ എന്ന് പറയുന്നൊരു കാര്യം. ഒരു ശാസ്ത്രം ഒന്ന് പഠിച്ചത് അതിനെ ദുരുപയോഗം ചെയ്യുന്നവരെ ആ ശാസ്ത്രം തന്നെ കയറി പഠിക്കുമെന്ന് പറയും. അതാ അവിടെ ഉണ്ടായത്. നമ്മളെല്ലാവരും ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു പ്രമാണവും അത് തന്നെയാണ്. ജീവിതത്തിൽ നമുക്ക് സുഖദുഃഖങ്ങൾ ഈ കാലഭേദങ്ങളനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കും. ഈ സംഭവിക്കുന്നതിന് മുഴുവൻ കാരണം നമ്മുടെ കർമ്മം തന്നെയാണ്. 1000 ഗോക്കളുടെ ഇടയിലും തൻ്റെ പശുക്കിടാവിനെ തള്ളപ്പശു എങ്ങനെ തെറ്റാതെ ഫോളോ ചെയ്യുന്നു, അതുമാതിരി കർമ്മങ്ങൾ കർത്താവിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നീക്കുപോക്കില്ലാത്ത ഒരു പ്രകൃതി നിയമമാണ്. നമ്മുടെയൊക്കെ നിയമങ്ങളാണെങ്കിൽ നമ്മളൊക്കെ പല കാര്യത്തിലും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ വരുമ്പോൾ, നമുക്ക് ഭയമുള്ള ആളുകൾ പറയുമ്പോൾ ഒക്കെ നമ്മളതെല്ലാം ഡയലൂട്ട് ചെയ്യും. പക്ഷേ പ്രകൃതി നിയമത്തിനൊരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ അലംഘനീയതയാണ്. ബാക്കിയൊക്കെ അസ്വതന്ത്രരാണ്, ബാക്കിയൊക്കെ നിയമബദ്ധരാണ്. സർവ ദേവഗണങ്ങളും സർവ പ്രകൃതി ശക്തികളും നിയമബദ്ധരാണ്. ആ നിയമത്തെ ഡയലൂട്ട് ചെയ്യാൻ അവർ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കർമ്മഫലങ്ങൾ കർത്താവിനെ തേടി വരുമ്പോൾ ആരെ തേടിപ്പോയിട്ടും കാര്യമില്ല എന്നുള്ളത്. പിന്നെ എന്താ ഇതിനെ വഴി എന്നുള്ളതാണ്. ഇത് വളരെ നന്നായിട്ട് ഈ പ്രകൃതിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും പ്രകൃതിയും ജീവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ വളരെ ഡീപ്പായിട്ട് നമ്മുടെ പൂർവികർ പോയിരുന്നു എന്നുള്ളത്. ഇന്നിപ്പം സയൻസ് കണ്ടെത്തിയിരിക്കുന്ന തത്വങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഇപ്പം ഈ ശരിയായ ജ്ഞാനത്തിൻ്റെ പുറത്തോടുള്ള കോറുക എന്നുള്ളത് അത്ര മാത്രമേ എത്തിയിട്ടുള്ളൂ. ഡീപ്പായിട്ടൊക്കെ പോയിട്ടില്ല. വളരെ ഡീപ്പായിട്ട് ഓരോ വ്യക്തിയിലും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഇന്ന് ശരിക്കും ജ്യോതിഷം അറിയുന്ന ആൾക്ക് ഇപ്പം ഇവിടെ ഒരു ടീപ്പോയി ഇരിപ്പുണ്ട്. ഈ ടീപ്പോയി 10 കൊല്ലം കഴിയുമ്പോൾ എന്താകും, ഇതിൻ്റെ ഗതി എന്താകും എന്ന് പറയാൻ കഴിയും. അല്ലെ 100 കൊല്ലം കഴിയുമ്പോൾ ഇതിൻ്റെ ഗതി എന്താകും എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ 1000 കൊല്ലം മുമ്പ് ഇത് എന്തായിരുന്നു എന്ന് പറയാൻ കഴിയും. ആ ജ്യോതിഷം എന്ന് പറയുന്നത് അതറിയുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. വളരെ ലഘു, വളരെ ചെറിയ, വളരെ പറ്റുന്ന ആളുകളുണ്ട് അതിനകത്ത്. ആ ശാസ്ത്രത്തിൻ്റെ ഒരു ഗഹനത എന്ന് പറയുന്നത് അത് ശരിക്കും പഠിച്ചുകൊണ്ടും ആവില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരു ജന്മം കൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയല്ല എന്നുള്ളതാണ്. അത്ര ഡീപ്പായിട്ടുള്ള ഒരു സയൻസിനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് വെച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മുടെ ശുഭാശുഭങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ തമ്മിൽ കലഹിപ്പിച്ച് നമ്മുടെ സ്വസ്ഥതയെല്ലാം കളഞ്ഞ് നമ്മുടെ ദ്രവ്യം അപഹരിച്ച് നമ്മളെ ഓൾറെഡി പണ്ടേ ദുർബല പിന്നെ കൺട്രി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ദുരിതമാണ്. അതിൻ്റെ പുറമെ ഉള്ള കാശും കൂടെ പോയി കഴിഞ്ഞാൽ കൺട്രി അങ്ങനെ നമ്മുടെ സൊസൈറ്റി ഇന്ന് താറുമാറായിക്കൊണ്ടിരിക്കുക. ഇതിനെതിരെയാണ് ഇങ്ങനെ താറുമാറായിട്ടിരിക്കുമ്പോൾ എന്താ ഇതിൻ്റെ വസ്തുത എന്നുള്ളത് നമ്മൾ തേടി പോകേണ്ടതുണ്ട്. ഈ കാപട്യക്കാർ പറയുന്നത് വിശ്വസിക്കണം. അതിന് ശാസ്ത്രം വായിക്കുകയും എടുക്കുകയും പോവുകയും ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത്. ഇതിനെല്ലാം ജീവിതത്തിൻ്റെ ഓരോ കർമ്മബദ്ധാവിൽ വരുന്ന ഓരോ കാര്യങ്ങൾക്കും എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ശനീശ്വര പൂജയിൽ ഇതിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇതെല്ലാം ഓരോ സിഗ്നൽസാണ്, ഓരോ തരംഗങ്ങൾ പുറപ്പെടുവിക്കലാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ ബന്ധപ്പെട്ട് നമ്മുടെ ശരീരവും ഇതുമായി പിണ്ടാണ്ടവും ബ്രഹ്മാണ്ടവും നമ്മുടെ ശരീരത്തിലില്ലാത്ത യാതൊന്നും പുറത്തില്ല. അല്ലെങ്കിൽ പുറത്തുള്ളത്
മുഴുവനും നമ്മുടെ ഉള്ളിലുണ്ട്. അത് ജലമായാലും അഗ്നിയായാലും വായുവായാലും എന്തായാലും. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ അനുഭവങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ ഫാക്ടേഴ്സിനെ കണ്ടെത്തി അതെങ്ങനെ തിരിച്ചുവിടാം എന്നുള്ളതാണ് ഈ ജ്യോതിഷത്തിൽ തന്നെ ഫലഭാഗ ജ്യോതിഷത്തിൽ പറയുന്ന പല കാര്യങ്ങൾ. അതിൻ്റെ ഭാഗമാണ് ഈ ശനി ഈശ്വര പൂജയും മറ്റ് കാര്യങ്ങളും. ധർമ്മശാസ്താവിനും ഒക്കെയുള്ള ഒരു പ്രാധാന്യത ഈ ശനിയുടെ ദോഷം കുറയ്ക്കാൻ വേണ്ടി പൂർണ്ണമായിട്ടില്ലായ്മയല്ല, സകർമ്മങ്ങളുടെ ഭാഗം അനുഭവിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് നീക്കുപോക്കില്ല എന്നുള്ളതാണ്, ഇതിന് കഴിയുന്നുള്ളതാണ്. അതിന് ഉള്ള ഒരു സംരംഭം എല്ലാ വർഷവും നടത്തുന്നുണ്ട്. എല്ലാ വർഷവും അതിലും കാര്യമുണ്ട്. ഈ യജ്ഞങ്ങൾ ചെയ്യുന്നതിനകത്തും വലിയ 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 പ്രാധാന്യമുണ്ട്. എന്നറിയുമോ? യജ്ഞം ചെയ്യുന്ന ആചാര്യൻ, യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, ഇതിനെല്ലാം പ്രാധാന്യമുണ്ട്. കട്ടും മോഷ്ടിച്ചും കൊണ്ടുവരുന്ന മുതലുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ വിചാരിച്ച ഫലം നമുക്ക് കിട്ടുകയില്ല. പലയിടത്തും പരാജയം വരുന്നതിൻ്റെ കാര്യം അതാണ്. ഇതെല്ലാം ജീവനുള്ളതാണെന്നുള്ളതാണ്. പ്രപഞ്ചം മുഴുവൻ ചലനമാണെന്നുള്ള വൈബ്രേഷനാണ്. പ്രപഞ്ചം മുഴുവൻ ശക്തിയാണ്, ശക്തി കാര്യമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് മുഴുവൻ. അവിടെ ജഡം എന്ന് പറയുന്നതില്ല എന്നുള്ളതാണ്. മുഴുവൻ മോഷണം, ചലനമാണ് പ്രപഞ്ചം മുഴുവൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ പ്രപഞ്ചത്തിലെ ആ പ്രപഞ്ച നിയമങ്ങൾ കണ്ടെത്തി നമ്മൾ പെരുമാറുക തന്നെയാണ് ജീവിതത്തിൽ ചെയ്യാനുള്ളത്. അതിനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ നാമജപം. സപ്താഹമൊക്കെ നടത്തുന്നതിൻ്റെ ഒരു പ്രാധാന്യം അവിടെ. നാമജപത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കർമ്മദോഷങ്ങളെ അത് വാഷ് ഔട്ട് ചെയ്യുന്നു. വേറെ ഒന്നിനും അത് കഴിയില്ല എന്നുള്ളതാണ്, വാഷ് ഔട്ട് ചെയ്യും. അതുകൊണ്ട് അത് ഈ ഈശ്വരനാമം നിരന്തരം ജപിക്കുക, അത് തന്നെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. ഈ യജ്ഞത്തിലുമൊക്കെ സംഭവിക്കുന്നതാണ്. ഈ ഓരോന്നിനും കൊടുക്കേണ്ടത് കൊടുക്കുക ചെയ്യുന്നത്. അഗ്നിക്ക് കൊടുക്കേണ്ടത് അഗ്നിക്ക് കൊടുത്തില്ല എങ്കിൽ അത് തീ പിടിക്കും പുറത്ത്, ഉറപ്പാണ്. ജലത്തിന് കൊടുത്തത് ജലത്തിന് കിട്ടേണ്ടത് ജലത്തിന് കൊടുത്തില്ല എങ്കിൽ ജലവും അതിൻ്റെ ഭാഗം വീതിച്ചു കൊണ്ടുപോകും. അതുപോലെ തന്നെ വായു. നമ്മുടെ ശരീരം മുഴുവൻ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിന് ആ പഞ്ചഭൂതങ്ങളുടെ ബാലൻസിങ് കറക്റ്റ് ആവണം. അതിനുവേണ്ടിയുള്ള പ്രക്രിയകളാണ് ഈ യജ്ഞ, ഹോമ, തപ ഇതിലെല്ലാം നടക്കുന്നത്. എല്ലാ ഐശ്വര്യവും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന ഇങ്ങനെ ഈ മഹാക്ഷേത്രത്തിലെ ഈ ധർമ്മശാസ്താവിൻ്റെ സന്നിധിയിൽ വന്ന് നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഇരിക്കാൻ കഴിഞ്ഞതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നോട് വിളിച്ചതിന് എല്ലാവരോടും എൻ്റെ ഓർഗനൈസേഴ്സിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് അഖിൽ മാസ്റ്റർ. അടുത്തതായി ശ്രീ ബി ബാബു നൈവേദ്യം. ശ്രീമതി ജ്യോതിഷ കോപ്പറേറ്റീവ് വിജിലൻസ് ഡിവൈഎസ്പി ശ്രീ അരവിന്ദൻ സാറുകളെ ഏറ്റുവാങ്ങുന്നതിന് കേരള സർക്കാർ ശ്രീ PNB കൈമൾ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പ്രവർത്തകർക്ക് ശ്ലാഘനീയമായ നേതൃത്വം നൽകുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ, നമ്മുടെ ഡെപ്യൂട്ടി വിജിലൻസ് SP യോഗ അധ്യക്ഷൻ സമാരാധനായ ഗോപാലകൃഷ്ണൻ, നമ്മുടെ ഈ സമ്മേളനം അത് ധന്യമാക്കി തീർത്ത നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ കളക്ടർ ശ്രീ വേണുഗോപാൽ സർ, വിജിലൻസ് SP ശ്രീ അരവിന്ദൻ സർ,
താലൂക്ക് NSS യൂണിയന്റെ പ്രസിഡന്റും സമാരാധനായ ബോർഡുമായ ശ്രീ പണിക്കർ സർ, വേദിയിലെ ഉപവിഷ്ടരായിട്ടുള്ള സജ്ജനായ സുഹൃത്തുക്കളെ, വളരെ സന്തോഷം നിറയുന്ന ഒരു സമയമാണ്. ഈ സംരംഭത്തിന് എൻ്റെ മുൻവാസികളും താല്പര്യം തന്നെ കണ്ടെത്തിയ ഇതിൻ്റെ സംഘാടകരോട് എനിക്ക് അത്യധികമായ സ്നേഹം തോന്നുകയാണ്. കാരണം നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ പ്രാധാന്യം മുഴുവനായിട്ട് അദ്ദേഹം വിശദമാണ്. കളക്ടറുടെ പ്രസംഗം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയല്ല അതിനെ കാണുന്നത്. പക്ഷെ അത് നമ്മളിൽ ഒരാളായി നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ഭയങ്കരമായ ഒരു എന്താ പറയുക, നല്ലൊരു എനർജി ഉണ്ടായി എന്നുള്ളതാണ് സത്യം. വളരെയധികം ഇതുമായി ബന്ധപ്പെടുന്ന ഈ കാര്യങ്ങളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടാൻ മാത്രം സമയം കണ്ടെത്തുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ സംരംഭം ധന്യമാക്കി തന്നതിൽ യൂണിയൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ താലൂക്ക് NSS യൂണിയന്റെ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്.